സ്വാഗതം. കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ 4 അപ്ഡേറ്റ്സാണ് ഇന്ന് അറിയിക്കാനുള്ളത്. റാങ്ക് ലിസ്റ്റ് 2, അഡ്മിഷൻ ടിക്കറ്റ് അവൈലബിൾ അറിയിപ്പ് 1, മെഡിക്കൽ സർട്ടിഫിക്കറ്റ് പരിചയപ്പെടുത്തൽ അറിയിപ്പ് 1. ആദ്യം റാങ്ക് ലിസ്റ്റ്. കേരള വൊക്കേഷണൽ ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് നോൺ വൊക്കേഷണൽ ടീച്ചർ ഇൻ കെമിസ്ട്രി ബൈ ട്രാൻസ്ഫർ ഫ്രം ക്വാളിഫൈഡ് LP സ്കൂൾ ടീച്ചേഴ്സ്, UP സ്കൂൾ ടീച്ചേഴ്സ് ഓഫ് ജനറൽ എഡ്യൂക്കേഷൻ സബോർഡിനേറ്റ് സർവീസ്, കാറ്റഗറി നമ്പർ 578/2022. അടുത്ത റാങ്ക് ലിസ്റ്റ് കേരള വൊക്കേഷണൽ ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് നോൺ വൊക്കേഷണൽ ടീച്ചർ ജൂനിയർ കെമിസ്ട്രി, കാറ്റഗറി നമ്പർ 585/2022. അടുത്തതൊരു അഡ്മിഷൻ ടിക്കറ്റ് അവൈലബിൾ അറിയിപ്പാണ്. വർക്ക് സൂപ്രണ്ടൻറ്റ് ഇടുക്കി, എറണാകുളം, പാലക്കാട്, കാസർഗോഡ് സോയിൽ സർവേ ആൻഡ് സോയിൽ കൺസർവേഷൻ ഡിപ്പാർട്ട്മെൻറ്റ്, കാറ്റഗറി നമ്പർ 309/2023. വർക്ക് സൂപ്രണ്ടൻറ്റ് ഇടുക്കി, എറണാകുളം, പാലക്കാട്, കാസർഗോഡ് സോയിൽ സർവേ ആൻഡ് സോയിൽ കൺസർവേഷൻ ഡിപ്പാർട്ട്മെൻറ്റ്, കാറ്റഗറി നമ്പർ 309/2023 എന്ന തസ്തികയുടെ ഒഴിവിലേക്കായി 28/2/2024 വെനിസ്ഡേ 7:15 മുതൽ 9:15 വരെ നടത്തുവാൻ തീരുമാനിച്ചിട്ടുള്ള OMR പരീക്ഷയുടെ അഡ്മിഷൻ ടിക്കറ്റുകൾ കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ ഔദ്യോഗിക വെബ്സൈറ്റിൽ നിന്നും ലഭ്യമാണ്. ഉദ്യോഗാർത്ഥികൾ അവരവരുടെ യൂസർ ഐഡിയും പാസ്വേഡും ഉപയോഗിച്ച് സ്വന്തം പ്രൊഫൈലിൽ നിന്നും അഡ്മിഷൻ ടിക്കറ്റുകൾ ഡൗൺലോഡ് ചെയ്ത് എടുക്കേണ്ടതാണ്. അടുത്തതായി ഒരു മെഡിക്കൽ സർട്ടിഫിക്കറ്റ് പരിചയപ്പെടുത്തൽ അറിയിപ്പാണ്. ഫീമെയിൽ അസിസ്റ്റൻ്റ് പ്രിസൺ ഓഫീസർ, സ്പെഷ്യൽ റിക്രൂട്ട്മെൻറ്റ് ഫോർ ST ഒള്ളി, പ്രിസൺസ് ഡിപ്പാർട്ട്മെൻറ്റ്, കാറ്റഗറി നമ്പർ 144/2023. മെഡിക്കൽ സർട്ടിഫിക്കറ്റിൻ്റെ ഫോം ഡിസ്ക്രിപ്ഷനിൽ നൽകുന്നുണ്ട്, ആവശ്യമുള്ളവർക്ക് പരിചയപ്പെടാവുന്നതാണ്. അറിയിപ്പ് കാറ്റഗറി നമ്പർ 271/2022, 435/2023, 477/2023, 435/2023 എന്നിവ പ്രകാരം വിദ്യാഭ്യാസ വകുപ്പിലെ പാർട്ട് ടൈം ഹൈസ്കൂൾ ടീച്ചർ ഹിന്ദി, കേരള സംസ്ഥാന ഭവന നിർമ്മാണ ബോർഡിലെ അസിസ്റ്റന്റ് ഗ്രേഡ് സെക്കൻഡ്, മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പിലെ ഫാർമസിസ്റ്റ് ഗ്രേഡ് സെക്കൻഡ്, കേരള സംസ്ഥാന ഭവന നിർമ്മാണ ബോർഡിലെ അസിസ്റ്റന്റ് ഗ്രേഡ് സെക്കൻഡ് എന്നീ തസ്തികകളിലേക്ക് റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ഒഴിവുകളുടെ 4% ഒഴിവുകൾ ഭിന്നശേഷി വിഭാഗങ്ങൾക്കായി സംവരണം ചെയ്തിട്ടുണ്ട്. 17/2/2024 തിരുത്തൽ വിജ്ഞാപന പ്രകാരം 17/2/2024 മുതൽ 2/3/2024 വരെ ഭിന്നശേഷി വിഭാഗത്തിലെ യോഗ്യരായ മറ്റ് സംവരണ വിഭാഗത്തിലെ ഉദ്യോഗാർത്ഥികൾക്ക് അപേക്ഷിക്കുവാൻ അവസരം നൽകിയിട്ടുണ്ട്. വിജ്ഞാപന പ്രകാരം ഒരിക്കൽ അപേക്ഷിക്കാൻ അവസരം ലഭിച്ച ചലന വൈകല്യമുള്ളവർ, സെറിബ്രൽ പാൾസി ബാധിച്ചവർ, കാഴ്ചശക്തി കുറഞ്ഞവർ എന്നീ വിഭാഗത്തിൽപ്പെടുന്നവരും അപേക്ഷ സമർപ്പിച്ചിട്ടുള്ള മറ്റു ഉദ്യോഗാർത്ഥികളും യാതൊരു കാരണവശാലും വീണ്ടും അപേക്ഷിക്കേണ്ടതില്ല. വിജ്ഞാപനത്തിൽ മറ്റ് വ്യവസ്ഥകൾക്ക് മാറ്റമില്ല. അടുത്തതായി കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ ഇന്ന് അഡ്വൈസ് ചെയ്ത തസ്തികയും ഡിപ്പാർട്ട്മെൻറ്റും ഒന്ന് പരിചയപ്പെടാം. കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ ഹെഡ് ഓഫീസിൽ നിന്നും കേരള ഫോറസ്റ്റ് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ ലിമിറ്റഡിലേക്ക് മാനേജർ ഫസ്റ്റ് NCA SC വിഭാഗക്കാർക്കായി, ഹെഡ് ഓഫീസിൽ നിന്നും കേരള ഫോറസ്റ്റ് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ ലിമിറ്റഡിലേക്ക് മാനേജർ ഫസ്റ്റ് NCA ഈഴവ, തീയ, ബില്ലവ വിഭാഗക്കാർക്കായി. ഈ ചാനൽ നിങ്ങൾക്ക് ഉപകാരപ്രദമാണെന്ന് കരുതുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സിലേക്കും ഷെയർ ചെയ്യുക. നമസ്കാരം.